ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് chi-square ഡെറിവേഷൻ ഓഫ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസ് നമ്മൾ ഡിറൈവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ റിസൾട്ടുകൾ ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം അതെന്താന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ തന്നെ നമുക്കറിയാവുന്ന ഒരു ഗാമ ഫംഗ്ഷനാണ്. അതായത് ഇൻ്റഗ്രൽ 0 to infinity e power minus mx x power p minus 1 is equal to gamma dx equal to gamma p by m power p. അതായത് ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ, അതായത് ഇൻ്റഗ്രൽ 0 to infinity e power minus mx x power p minus 1 dx, ഈ ഒരു ഫോമിൽ ഒരു ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ this can be written as gamma p by m power p എന്ന് എഴുതാൻ പറ്റും. m power p. ഓക്കെ, ഇനി എന്താണ് ഗാമ പി? ഗാമ പി ഇസ് ഈക്വൽ ടു പി മൈനസ് 1 ഫാക്ടോറിയലാണ്. ഗാമ പി ഇസ് ഈക്വൽ പി മൈനസ് 1 ഫാക്ടോറിയലാണ്. ഇനി നമുക്ക് വേറെ റിസൾട്ട് ഉണ്ട്. അതായത് ഗാമ പി പ്ലസ് 1 ക്യാൻ ബി റിട്ടൺ ആസ്, ഗാമ പി പ്ലസ് 1 ക്യാൻ ബി റിട്ടൺ ആസ് പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു റൈറ്റ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ഗാമ പി എന്ന് എഴുതാൻ പറ്റും. ഗാമ പി മൈനസ് 1 എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു ഗാമ പി മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ ഗാമ പി മൈനസ് 1നെ പി മൈനസ് 2 ഇൻറ്റു ഗാമ പി മൈനസ് 2 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീനും വേരിയൻസും chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, let x follows chi-square distribution with the parameter n, that is n degrees of freedom. Okay, then f of x is equal to 1 by 2 power n by 2 gamma n by 2 e power minus x by 2 x power n by 2 minus 1 0 less than x less than infinity and 0 otherwise. 0 otherwise. Okay, otherwise വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് 0ക്ക് താഴെയുള്ള ഏത് വാല്യൂ എടുത്താലും ഇതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചാൽ 0 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ മീൻ ഇസ് ഈക്വൽ ടു, മീൻ വെച്ച് വന്നാ ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity. നമ്മളുടെ chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ അതാണ് ഇൻ്റഗ്രൽ 0 to infinity. chi-square distribution x will takes the value 0 to infinity x into f of x dx എഴുതാൻ പറ്റും അല്ലേ. this is equal to integral 0 to infinity x into 1 by 2 power n by 2 gamma n by 2 e power minus x by 2 x power n by 2 minus 1 dx. Therefore, expectation of x is equal to 1 by 2 power n by 2 divided by gamma n by 2 integral 0 to infinity e power minus x by 2. പിന്നെ ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ x power n by 2 minus 1 ഉണ്ട്. അത് നമുക്ക് എഴുതാൻ പറ്റും x power n by 2 plus 1 മൈനസ് 1 എടുക്കാൻ പറ്റും ഡി എക്സ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാമ ഫംഗ്ഷന്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ബിക്കോസ് ഇവിടെ പി മൈനസ് 1 എന്ന് വേണ്ടേ. സോ ഇവിടെ എക്സ് ഉണ്ട്, എക്സ് പവർ എൻ ബൈ 2 മൈനസ് 1 ഉണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് പവർ എൻ ബൈ 2 പ്ലസ് 1 മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഇസ് ഈക്വൽ ടു 1 by 2 പവർ എൻ ബൈ 2 ഗാമ എൻ ബൈ 2 ഗാമ എൻ ബൈ 2. ഇനി ഇത് ഈ ഗാമ ഫംഗ്ഷൻ ഫോമിലോട്ടായിട്ടല്ലേ. ഇവിടെ എമ്മിന്റെ സ്ഥാനത്തുള്ളത് മൈനസ്, എമ്മിന്റെ സ്ഥാനത്ത് 1ഉം 1 by 2ഉം, ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഉള്ളത് 1 by 2ഉം, എക്സിന്റെ പിയുടെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് എന്താണ് n by 2 plus 1 ആണ്. ഓക്കെ, സോ ദിസ് ഇന്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ആസ് യൂസിങ് ദിസ് റിസൾട്ട് ഗാമ പി ആണ്. പിയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഉള്ളത് n by 2 plus 1 ഡിവൈഡ് ബൈ m പവർ പി. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 2 ആണ്. 1 by 2 പവർ n by 2 plus 1 എന്ന് എഴുതാൻ സാധിക്കും. Okay, this is equal to 1 by 2 power n by 2 divided by gamma n by 2
ഇനി നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഈ റിസൾട്ട് ഉപയോഗിച്ച് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് n/2 ഇൻറ്റു ഗാമ n/2 അല്ലേ? ഇവിടെ p+1 എന്ന് പറയുമ്പം p ഇൻറ്റു ഗാമ p എന്ന് എഴുതത്തില്ലേ? അതുപോലെ തന്നെ n/2 ഇൻറ്റു ഗാമ n/2 ഡിവൈഡഡ് ബൈ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 പവർ n/2 ഇൻറ്റു 1/2 അല്ലേ? 1/2 പവർ n/2 പ്ലസ് 1നെ 1/2 പവർ n/2 ഇൻറ്റു 1/2 എന്ന് എഴുതാൻ സാധിക്കും. അപ്പം ഇതും ഇത് ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? ദിസ് ഈസ് ഈക്വൽ ടു n/2 ഡിവൈഡ് ബൈ 1/2 ഉണ്ട്. ഇതും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? n. Therefore, expectation of x, that is the mean of chi-square random variable with parameter n degrees of freedom is equal to n. So, mean of a chi-square random variable with the degrees of freedom n is equal to its degrees of freedom. Okay, expectation of x is equal to n ആണ്. ഇനി നമുക്ക് വേരിയൻസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെന്ന് നോക്കാം. വേരിയൻസ് ഇസ് ഈക്വൽ ടു expectation of x square minus expectation of x whole square ആണ്. expectation of x whole square ആണ്. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു expectation of x is equal to n, that is mean is equal to n കണ്ടു. അപ്പോൾ അത് കാരണം this can be written as expectation of x square minus n square എന്ന് സാധിക്കും. ഓക്കെ, ഇനി expectation of x square എങ്ങനെ ഡിറൈവ് ചെയ്ത് നോക്കാം. expectation of x square is equal to integral 0 to infinity x square into f of x dx, which is equal to integral 0 to infinity x square into ഇവിടെ നമുക്കറിയാം x follows chi-square distribution with n degrees of freedom ആണ്. അപ്പോൾ അതിൻ്റെ PDF എന്ന് പറയുന്നത് 1/2 പവർ n/2 ഡിവൈഡ് ബൈ ഗാമ n/2 e പവർ മൈനസ് x/2 x പവർ n/2 മൈനസ് 1 dx. ഈ കോൺസ്റ്റന്റ് നമുക്ക് വെളിയിലെടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1/2 പവർ n/2 divided by gamma n/2 integral 0 to infinity e power minus x/2. Then ഇവിടെ നമുക്ക് x power n/2 minus 1 ഉണ്ട്, ഇവിടെ ഒരു x സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x power n/2 plus 2 minus 1 dx. ഓക്കെ, ഇതിപ്പോൾ ഈ ഗാമ ഫംഗ്ഷന്റെ ഫോർമുല ആയില്ലേ നോക്കി അല്ലേ? സോ അതിൻ്റെ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ദിസ് ഈസ് ഈക്വൽ ടു 1/2 പവർ n/2 ഗാമ n/2. ദിസ് ക്യാൻ ബി റിട്ടൺ, ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 1/2ഉം പിയുടെ സ്ഥാനത്തുള്ളത് n/2 പ്ലസ് 2 ആണ്. n/2 പ്ലസ് 2 ആണ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു ഗാമ n/2 പ്ലസ് 2 ഡിവൈഡ് ബൈ 1/2 പവർ n/2 പ്ലസ് 2 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റ് 1/2 ഹോൾ പവർ n/2 ഗാമ n/2. ദെൻ ഇവിടെ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഈ റിസൾട്ട് നോക്കി, ഗാമ n/2 നമുക്ക് n/2 പ്ലസ് 2നെ നമുക്ക് n/2 പ്ലസ് 1 ഇൻറ്റു n/2 ഇൻറ്റു ഗാമ n/2 എന്ന് എഴുതാൻ സാധിക്കും. അതായത് ഇത് നമുക്ക് n/2 പ്ലസ് 2 നമുക്ക് n/2 പ്ലസ് 1 ഇൻറ്റു ഗാമ n/2 പ്ലസ് 1 എഴുതാൻ പറ്റും. ആ n/2 പ്ലസ് 1നെ നമുക്ക് n/2 ഇൻറ്റു ഗാമ n/2 എഴുതാൻ സാധിക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ ബാക്കി എന്തുണ്ട് ഇവിടെ? ഇവിടെ 1/2 പവർ n/2 പ്ലസ് 2 ഇല്ലേ? അപ്പം 1/2 പവർ n/2 ഇൻറ്റു 1/2 സ്ക്വയർ എഴുതാൻ സാധിക്കും അല്ലേ? ഇവിടെ 1/2 പവർ n/2 പ്ലസ് 2 എന്നുള്ളത്. സോ ഇതും ക്യാൻസൽ ആയിപ്പോയി, ഇതും ക്യാൻസൽ ആയിപ്പോയി. Therefore, expectation of x square is equal to, therefore expectation of x square is equal to നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അതായത് n പ്ലസ് 2/2 ഇൻറ്റു n/2 ഡിവൈഡ് ബൈ ബാക്കി എന്തുണ്ട്? 1/4 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 1/4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 2 ആണ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n. Okay, so expectation of x square is equal to n square plus 2n കിട്ടിയിട്ടുണ്ട്. Therefore, variance of x is equal to expectation of x square minus n square ആണ് അല്ലേ? അപ്പോൾ expectation of x square is equal to
n square plus 2n കിട്ടിയിട്ടുണ്ട് minus n square. This implies variance of x is equal to 2n. Okay, അതായത് variance of a chi-square distribution with n degrees of freedom is nothing but 2 times n degrees of freedom. 2n ആണ്. Okay, mean chi-square distribution mean എന്ന് പറയുന്നത് n ഉം variance എന്ന് പറയുന്നത് 2n ആണ്. Thank you.